ഹലോ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ സൗദിയിൽ ഇപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അസീസിയയിലുള്ള ആമസോണിൻ്റെ 5 റിയാൽ ഷോപ്പിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് 5 റിയാൽ ഷോപ്പ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ വരാൻ ഇഷ്ടമുള്ളത് ഈ ഒരു ഷോപ്പിലാണ്. അപ്പോൾ ഇതാണ് ആമസോണിൻ്റെ 5 റിയാൽ ഷോപ്പ്. മുമ്പ് പലതവണ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഷോപ്പിംഗ് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് ഇവിടെ വരുമ്പോഴാണ്. കാരണം ഇവിടെയുള്ള എല്ലാ സാധനത്തിനും 5 റിയാൽ മാത്രമേ വിലയുള്ളൂ. ട്രോളി കൊണ്ടുവരാനുള്ള ഡ്രൈവറെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് എനിക്കെല്ലാം എളുപ്പമുണ്ടായിരുന്നു. വേറെ ആരുമല്ല, എൻ്റെ മോൻ. അപ്പോൾ ഇവിടെ എല്ലാം 5 റിയാലല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് കാണുന്ന സാധനങ്ങളെല്ലാം വാരിപ്പറക്കിയെടുത്ത് അവസാനം ഇത്രയും രൂപയായോ എന്ന് ആലോചിച്ച് നിൽക്കലാണ് എൻ്റെ സ്ഥിരം കലാപരിപാടി. കൊള്ളാലോ, 5 റിയാലിന് ഗ്ലാസ്, 5 റിയാലിന് മഗ്, 5 റിയാലിന് ബൗള്, പ്ലേറ്റ്സ്, അങ്ങനെ എൻ്റെ ഉള്ളിൽ ആ നാഗവല്ലി പതുക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങിയതായിരുന്നു. അപ്പോഴേക്കും എൻ്റെ രാമനാഥൻ കെട്ടിയവൻ പറഞ്ഞു, ഇവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെറുതെ വാങ്ങി നോക്കി സമയം കളയാതെ ആവശ്യമുള്ള സാധനങ്ങൾ വേഗം എടുക്കുക, പോയിട്ട് തിരക്കുണ്ട് പോലും. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒരു തിരക്കും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ പുള്ളിക്ക് പ്രത്യേകം ഒരു തിരക്കാണ്. ഇനി വരുമ്പോൾ പുള്ളിയെ കൊണ്ടുവരാതെ ഒറ്റയ്ക്ക് വരണം, എന്നാലേ ശരിയാവും. അയ്യോ, അപ്പോൾ ബില്ലാര് കൊടുക്കും? വേണ്ട, വന്നോട്ടെ, പാവം നല്ല മനുഷ്യനാണ്. അപ്പോൾ നമുക്കിനി നേരെ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ പോകാം. അങ്ങനെ നമ്മൾ നേരെ വന്നത് ലേഡീസ് സെക്ഷനിലേക്കായിരുന്നു. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന പരാതി വേണ്ട. ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ. ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ അതൊക്കെ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ക്ലിപ്പും ഹെഡ് ബാൻഡും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഹെഡ് ബാൻഡ് എല്ലാം സെറ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞാവയ്ക്ക് അത് വാങ്ങിക്കൊട്, ഇത് വാങ്ങിക്കൊട് എന്നൊക്കെ പറഞ്ഞ് മോൻ നല്ല ആക്റ്റീവായിട്ട് തന്നെ കുഞ്ഞാവയ്ക്ക് സാധനം എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആഹാ, നല്ല സ്നേഹമുള്ള സഹോദരൻ. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ സഹോദര സ്നേഹത്തിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായത്. കുഞ്ഞാവയ്ക്ക് കുറച്ച് സാധനം വാങ്ങിച്ചല്ലോ, ഇനി എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ അവൻ കൂട്ടിക്കൊണ്ട് പോയി. അവൻ നേരെ എന്നെ കൊണ്ടുപോയത് കളേഴ്സിൻ്റെയൊക്കെ സെക്ഷനിലേക്കായിരുന്നു. വലിയ കലാകാരനാണ്. കലയോടുള്ള സ്നേഹക്കൂടുതൽ കാരണം 2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ടേബിളിൻ്റെ അടിയിൽ നിന്ന് ഞാൻ തന്നെ പറക്കിയെടുക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ വാങ്ങിക്കണോ വേണ്ടതെന്ന് ഒന്ന് ആലോചിച്ചെങ്കിലും പിന്നെ പാവം തോന്നി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കളറും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറച്ച് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ നോക്കി. അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറഞ്ഞു, ഇതിനൊന്നും വലിയ ക്വാളിറ്റി കാണില്ല, ഇത് ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ടെന്ന്. ഞാൻ നോക്കിയ സാധനത്തിനെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു. പുള്ളി ഉദ്ദേശിച്ചത് പുള്ളിയുടെ പോക്കറ്റിൻ്റെ ക്വാളിറ്റിയുടെ കാര്യമാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇവിടെ കുറച്ച് ടേബിൾ കവറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ടേബിൾ കവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ നിന്ന് ഇത് മുറിച്ചെടുക്കുന്ന ടേബിൾ കവർ കണ്ടത്. അവരവിടെ മുറിച്ചെടുക്കുമ്പോൾ ഇവൻ ഇവിടെ ഇത് പൊളിച്ചെടുക്കുമോ എന്നായിരുന്നു എൻ്റെ പേടി. പിന്നെ ഇവിടെ നിന്ന് ടേബിൾ കവറും എടുത്ത് അടുത്ത സെക്ഷനിലേക്ക് പോയി. കൊള്ളാലോ, നടന്ന് പൂക്കടയിലെത്തിയോ. അങ്ങനെ അവിടെ കുറേ പൂക്കൾ കണ്ടപ്പോൾ അതൊക്കെ എടുത്ത് വെറുതെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ദേ നിൽക്കുന്നു രാമനാഥൻ കെട്ടിയോ വീണ്ടും. പിന്നെ ഞാൻ വാരിപ്പറക്കി എടുത്ത പൂക്കളെല്ലാം അതേപോലെ അവിടെ തിരിച്ചു വെച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വീണ്ടും പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ടോയ് സെക്ഷനിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞെക്കുമ്പോൾ കരയുന്ന പാവ, ചിരിക്കുന്ന പാവ, സൗണ്ട് കേൾക്കുന്ന പാവ, സൗണ്ട് കേൾക്കാത്ത പാവ, പച്ചപ്പാവ, ചുമന്ന പാവ, അങ്ങനെ പല കളറിലുള്ള പാവയുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ഫാത്തിക്കുട്ടി നല്ല ഹാപ്പിയായിരുന്നു. ഇവിടെയും സഹോദര സ്നേഹം നിറഞ്ഞു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞാവയ്ക്ക് ടോയ്സ് സെലക്ട് ചെയ്യാൻ മുന്നിൽ നിന്നത് സഹോദരനായിരുന്നു. പിന്നെ ഒട്ടും താമസിച്ചില്ല. പടച്ചോനെ, തോക്ക് യുദ്ധത്തിനോടാണല്ലോ താല്പര്യം. കുറച്ചു നേരം തോക്ക് നോക്കി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെങ്കിലും അവൻ തോക്ക് എടുത്തില്ല. പകരം ഈ ഒരു സാധനവും ഈ ബോളും ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് കിച്ചൻ്റെ സെക്ഷനിലേക്കായിരുന്നു. അവിടെ കുറേ കത്തികൾ ഇരിക്കുന്നത് കണ്ടു. വീട്ടിൽ ഞാനും എൻ്റെ കെട്ടിയവനും വീട്ടിൽ കുറേ കത്തികൾ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് കത്തി എടുത്തില്ല. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇവിടെ നിന്ന് കൈ കിട്ടിയ സാധനങ്ങളെല്ലാം വാരിപ്പറക്കി എടുത്ത് ബില്ലും പേ ചെയ്ത് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ വെളിയിലൊരു പെർഫ്യൂം ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിലെ ചേട്ടൻ നമ്മളെ അങ്ങോട്ടേക്ക് വിളിച്ചത്. പെർഫ്യൂം ഷോപ്പിൽ എന്താ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം എന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു സാധനം നോക്കിക്കൊണ്ട് നിന്ന സമയത്താണ് എൻ്റെ കെട്ടിയവൻ പറഞ്ഞത് അത് കഴിക്കാനുള്ള സാധനമല്ല, സ്മെല്ല് വരാൻ വേണ്ടി കത്തിക്കുന്ന സാധനമാണെന്ന്. ഭാഗ്യം, ചമ്മിയതാരും കണ്ടില്ല. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് പെർഫ്യൂമും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലത്തേക്ക് കുറച്ച് മീൻ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ നമുക്ക് നേരെ ഫിഷ് മാർക്കറ്റിലേക്ക് പോകാമെന്ന് കെട്ടിയവനോട് പറഞ്ഞു. നാട്ടിൽ കിടന്ന് വയ്യാവേലി ഒരു കാര്യമില്ലാതെ ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്ത് സൗദിയിൽ കൊണ്ട് വെച്ചതുപോലെയായിരുന്നു എൻ്റെ കെട്ടിയവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ അൽസൂക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സൗദിയിൽ വന്നല്ലേ, കുറച്ച് അറബൊക്കെ ആവാം അല്ലേ. അങ്ങനെ നമ്മൾ നേരെ അൽസൂക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിയിൽ കുറേ 10 മണി ചെടികൾ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. പാവം, ഇന്നലെ വരെ കടലിൽ നീന്തി കളിച്ച് നടന്ന എത്ര മീനുകളുടെ ഡെഡ് ബോഡി അവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. മീനുകളെ കണ്ടപ്പോൾ ആദ്യം ഒരു വിഷമം തോന്നിയെങ്കിലും വീട്ടിൽ പോയി പൊരിച്ച് കഴിക്കുന്ന കാര്യം ആലോചിച്ച് ഞാൻ എൻ്റെ സങ്കടം ഉള്ളിൽ ഒതുക്കി. എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ കറക്റ്റായിട്ട് വന്ന് ഹോണടിച്ച് കുഞ്ഞുങ്ങളെ ഉണർത്തിക്കൊണ്ടിരുന്ന മീൻകാരൻ ചേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് 5-6 ദിവസത്തേക്കുള്ള മീൻ ഒരുമിച്ച് വാങ്ങിക്കൊണ്ട് പോകലാണ് ഞങ്ങളുടെ പതിവ്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഞണ്ട്, കൊഞ്ച്, കണവ, ചൂര, ചാള, അയല അങ്ങനെ 5-6 ദിവസത്തേക്കുള്ള മീനുകൾ എടുത്തിട്ടുണ്ട്.
പിന്നെ ഇവിടെ തന്നെ വേറൊരു പരിപാടിയുണ്ട്. നമുക്ക് ആവശ്യമുള്ള മീൻ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കരിച്ചോ പൊരിച്ചോ പൊള്ളിച്ചോ എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കി തരും. അങ്ങനെ നമ്മളും 2 മീനെടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ മീൻ കൊടുത്തിട്ടായിരുന്നു ബാക്കി മീനൊക്കെ എടുക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കി മീനെല്ലാം എടുത്തിട്ട് വന്നപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റ് സെറ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്ത മീനിനെയും ഇനി കുക്ക് ചെയ്യാനുള്ള മീനിനെയും വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്